മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ലാംഗ്വേജിൻ്റെ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മെമ്മറിയിൽ ആണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വാല്യൂ ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ വേരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു സെയിം വാല്യൂ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വാല്യൂ ഒരു വേരിയബിളിലേക്ക് എടുത്തു വയ്ക്കും. എന്നിട്ട് ആ വേരിയബിളിൻ്റെ നെയിം വെച്ചിട്ടായിരിക്കും പിന്നെ ആ വാല്യൂവിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി വേരിയബിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിപ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും വേരിയബിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ സെയിം തന്നെയാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഓരോ ലൈനും എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഓരോ ലൈൻസിനെയും നമ്മൾ പറയുന്നത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് നമുക്ക് കോഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട് ഒരു സെമിക്കോളൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സെമിക്കോളൻ ഇപ്പോഴത്തെ കേസിൽ മസ്റ്റല്ല, പക്ഷേ ജാവാസ്ക്രിപ്റ്റ് പണ്ട് ഒക്കെ സെമിക്കോളൻ ഇല്ലാതെ വർക്ക് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു വേരിയബിൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. നമുക്കൊരു വേരിയബിൾ ആക്ച്വലി രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന് var എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ്. var എന്ന് പറയുന്നതിന് ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു റിസർവ്ഡ് കീവേഡ് എന്നാണ് പറയുന്നത്. var എന്ന കീവേഡിന് ശേഷം നമുക്ക് കൊടുക്കേണ്ട വേരിയബിളിൻ്റെ നെയിം കൊടുക്കാം. അത് കഴിഞ്ഞ് ഈക്വൽ ടു, അത് കഴിഞ്ഞിട്ട് ആ വേരിയബിളിനൊരു വാല്യൂ. ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡായി. അപ്പോൾ ആ എൻഡിങ് ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ഈ സെമിക്കോളൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കേസിൽ ഈ സെമിക്കോളൻ മസ്റ്റല്ല, പക്ഷേ സെമിക്കോളൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരു ലൈനിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ സെമിക്കോളൻ ഇല്ലാതെ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു വേരിയബിളാണ്. അപ്പോൾ ഈ വേരിയബിളിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് var എന്ന് പറയുന്ന കീവേഡ്, അത് കഴിഞ്ഞൊരു സ്പേസ്, അത് കഴിഞ്ഞ് അതിൻ്റെ നെയിം, അത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കുറച്ച് വീഡിയോസിൽ നമ്മൾ മെയിനായിട്ട് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിൻ്റെ കോർ ലാംഗ്വേജ് ഫീച്ചേഴ്സ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഡാറ്റ ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാൻ കൺസോൾ മതി. പിന്നെ ഇത് നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ കൺസോൾ എടുത്ത് വെച്ചപ്പോൾ പീക്കർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇത് var എന്ന് പറയുന്നത് നമുക്ക് പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന കീവേഡായിരുന്നു var എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു കീവേഡ് ആണ് let എന്ന് പറയുന്നത്. അപ്പോൾ ആ let എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് വാല്യൂസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ വാല്യൂസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതിപ്പോൾ ഒരു സ്ട്രിങ് വാല്യൂ ആണ്. സ്ട്രിങ് വാല്യൂസിനെ നമ്മൾ കോഡ്സിനകത്ത്, ഒന്നില്ലെങ്കിൽ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സിനകത്താണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നമ്പറാണ്. അപ്പോൾ നമ്പേഴ്സിന് കോഡ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കൺസോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാല്യൂ ഇവിടെ വരുന്നത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ 6ാമത്തെ ലൈനിൽ നിന്നാണ്. അതാണ് ഇവിടെ 6 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആണ് വേരിയബിൾ ഡിഫൈൻ ചെയ്യാനുള്ള രണ്ട് രീതികൾ. വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അർത്ഥമാക്കുന്നത് അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മൈ നെയിം എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എനിക്ക് വേണമെങ്കിൽ ഇനി 200 എന്ന് വേണമെങ്കിൽ മാറ്റാം. കാരണം അത് വേരി ചെയ്യുന്ന ഒന്നാണ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് വേരിയബിൾ എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം.
ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മാറിയ വാല്യൂ അല്ലെങ്കിൽ ആ ചേഞ്ച് ചെയ്ത വാല്യൂ ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഏതൊരു ഡാറ്റ ടൈപ്പിലേക്കും മാറ്റാവുന്നതാണ്. സ്ട്രിങ്ങിനെ നമ്പറോ നമ്പറിനെ സ്ട്രിങ്ങോ ഒക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. ജാവാസ്ക്രിപ്റ്റിൽ ഇത് കൂടാതെ മറ്റ് പല ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു 2 രീതി വേരിയബിൾ ഡിഫൈൻ ചെയ്യാനുള്ളത്. പക്ഷേ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലെറ്റ് കൊടുത്താലും വാർ കൊടുത്താലും അതിനും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ നോക്കേണ്ടാത്തൊരു കാര്യം, ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് വേരിയബിളിൻ്റെ നെയിമിൽ നമുക്ക് ഒരു നമ്പർ വെച്ച് വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്. പിന്നെ അതുപോലെ വേരിയബിൾ നെയിമിൽ സ്പേസ് വരാൻ സാധിക്കില്ല. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ വേരിയബിളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ വാർ ലെറ്റ് എന്നൊക്കെ പറയുന്നത് റിസർവ്ഡ് കീവേഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റിസർവ്ഡ് കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വാർ ഈക്വൽ ടു 200 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻവാലിഡ് ആണ്. നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എറർ വന്നു, അൺഎക്സ്പെക്റ്റഡ് ടോക്കൺ വാർ എന്ന് പറയുന്നത്. കാരണം ഈ വാർ എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് കീവേഡ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിൽ ഒരുപാട് റിസർവ്ഡ് കീവേഡ്സ് ഉണ്ടാവും. ആ റിസർവ്ഡ് കീവേഡ്സ് ഒന്നും നമുക്ക് വേരിയബിൾ നെയിംസ് ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിമായിട്ടോ അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ വാറും ലെറ്റും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ലെറ്റിന് ബ്ലോക്ക് സ്കോപ്പാണ്. ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വാറിന് നമുക്ക് ഫങ്ഷണൽ സ്കോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബ്ലോക്ക് സ്കോപ്പ് എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഇൻ്റർവ്യൂവിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ വാറും ലെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മളൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റിൽ ഒരു കേർലി ബ്രാക്കറ്റ്സിന് അകത്ത് കൊടുക്കുന്ന കണ്ടൻറ്റിനെയാണ് നമ്മളൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വേരിയബിൾ വാർ കീവേഡ് വെച്ചിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്യാം. വാർ ഈസ് ഈക്വൽ ടു 25. ഇതിനെ ഞാൻ ഈ ബ്ലോക്കിന് പുറത്ത്, അതായത് ഈ കേർലി ബ്രാക്കറ്റിന് പുറത്ത് ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ 25 എന്നുള്ളത് പ്രിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ സെയിം കാര്യം തന്നെ നമുക്ക് വാറിന് പകരം ഇവിടെ ലെറ്റ് യൂസ് ചെയ്ത് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് എറർ അടിച്ചു, ഏജ് ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം ഈ നമ്മൾ ലെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് മാത്രമേ ഈ വേരിയബിളിന് ലൈഫ് ഉള്ളൂ. അപ്പോൾ ആ ബ്ലോക്ക് കഴിഞ്ഞാൽ ആ വേരിയബിൾ ആക്ച്വലി മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്ലോക്കിന് പുറത്ത് അതിന് ആക്സസ് ഇല്ലാത്തത്. പിന്നെ വാറിന് നമ്മളൊരു ഫങ്ഷണൽ സ്കോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വാറും ലെറ്റും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോഴത്തെ കൂടുതലും ലെറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ കോഡ് ഒരുപാട് വലുതാവുമ്പോഴൊക്കെ നമുക്ക് കോഡ് മാനേജ് ചെയ്യാൻ ഈസി എന്ന് പറയുന്നത് ലെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു പ്രധാന വ്യത്യാസമാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മളിനി ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്യാം. ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ആ കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വേരിയബിൾസിൻ്റെയും ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നേരത്തെ എറർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാനിവിടെ മാറ്റി വാറാക്കി കൊടുക്കുന്നതാണ്.
ഇപ്പോൾ നമുക്കിവിടെ ടൈപ്പ് വന്നു, ടൈപ്പ് നമ്പർ എന്ന് വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനെ നമ്മൾ സിംഗിൾ കോട്ട്സിനകത്താണ് കൊടുക്കുന്നതെങ്കിൽ അത് എങ്ങനെ മാറുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അത് സ്ട്രിങ് ആയി. നമ്മൾ കോഡ്സിൽ കൊടുക്കുന്നതെല്ലാം സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂവിൻ്റെ ടൈപ്പ് അറിയില്ലെങ്കിൽ ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതും ഒരു റിസർവ്ഡ് കീവേഡാണ്. അപ്പോൾ നമുക്ക് ഒരു വേരിയബിളിൻ്റെ പേരൊന്നും ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ലെറ്റ് നെയിം എന്ന് ഞാനിവിടെ വെറുതെ കൊടുക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഒരു വേരിയബിളിന് ജസ്റ്റ് പേര് മാത്രം, അതായത് വാല്യൂ ഒന്നും അസൈൻ ചെയ്യാതെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന വേരിയബിൾസിനൊക്കെ ഒരു ഡിഫോൾട്ട് വാല്യൂ ജാവാസ്ക്രിപ്റ്റ് അസൈൻ ചെയ്യുന്നതായിരിക്കും. ആ ഡിഫോൾട്ട് വാല്യൂ എന്താണെന്ന് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം അൺഡിഫൈൻഡ് എന്ന് വന്നു. അപ്പോൾ ഈ അൺഡിഫൈൻഡ് ആണ്, നമ്മളിപ്പോൾ ഒരു വാല്യൂ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പക്ഷേ അതിനൊരു വാല്യൂ ഒന്നും കൊടുത്തില്ല. അപ്പം അങ്ങനെ ഒരു കേസിൽ ജാവാസ്ക്രിപ്റ്റ് ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെമ്മറിയിൽ ഒരു നെയിമുണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ നമ്മൾ പിന്നീടായിരിക്കും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ അനദർ നെയിം ഈക്വൽ ടു ഇവിടെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ അൺഡിഫൈൻഡ് നമുക്ക് പോകുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോസഫ് എന്ന് പറയുന്ന പുതിയ വാല്യൂ ഇവിടെ അസൈനായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളിവിടെ വെച്ച് ടൈപ്പ് നോക്കിയാലും അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂവിൻ്റെ ടൈപ്പ്, വേരിയബിളിൻ്റെ ടൈപ്പ് നമ്മൾ നോക്കിയാലും നമുക്കിവിടെ അൺഡിഫൈൻഡ് തന്നെയാണ് വരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അതൊക്കെ ചില ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത്. അത് കാരണം പലരെയും കൺഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണത്. പിന്നെ അതുപോലെ ഇതാണ് വേരിയബിൾസ്. നമ്മൾ മെമ്മറിയിൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, ആ വാല്യൂ റിട്രീവ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസ് അറ്റ് എ ടൈം ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ 3 വാല്യൂസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വേരിയബിൾസ് കൊടുക്കണമെങ്കിൽ ഈ ലെറ്റ് അല്ലെങ്കിൽ വാർ എന്ന് പറഞ്ഞ കീവേഡ് നമുക്ക് അടുപ്പിച്ച് ഓരോന്നായിട്ട് കൊടുക്കണ്ട, ഒറ്റ ലൈനിൽ ഇങ്ങനെ കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റൻസ് ആണ്. പിന്നെ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ എ വാല്യൂ ഡിഫൈൻഡ് ഓൺലി വൺസ്. അതായത് നമുക്കൊരു വേരിയബിളിൽ അല്ലെങ്കിൽ ഒരു നെയിമിന് ഒരു വാല്യൂ ഒരു തവണ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ, പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യാനുള്ള കീവേഡ് എന്ന് പറയുന്നത് കോൺസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ നെയിം കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ വാല്യൂ 25 ആണ്. അപ്പോൾ ആ വാല്യൂ നമുക്കിവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ 25 വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇനി ഈ വാല്യൂ മൈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂ ഒന്ന് 200 ആക്കാൻ നോക്കുകയാണ് ഇവിടെ. പിന്നെ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എറർ അടിച്ചു, അസൈൻമെൻറ്റ് ടു കോൺസ്റ്റൻറ്റ് വേരിയബിൾ. അതായത് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്കൊരിക്കലും
ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് യൂസ് ചെയ്യാനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നിങ്ങൾ വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ കൊടുക്കുക. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാമൽ കേസിംഗ്. ക്യാമൽ കേസിംഗ് എന്നാണ് പറയുന്നത്. ക്യാമൽ കേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഒരു വേർഡ് വരുമ്പോൾ സ്പേസിന് പകരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഡിനോട്ട് ചെയ്താണ് നെയിം കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാമൽ കേസിൽ ഉള്ള എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൈ നെയിം എന്ന് പറയുന്നത് ഒരു ക്യാമൽ കേസാണ്. അനദർ ഏജ് അങ്ങനെയൊക്കെ പറയുന്നത് ക്യാമൽ കേസാണ്. കാരണം ഇവിടെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വേർഡ് വരുമ്പോൾ നമുക്ക് വേരിയബിൾ നെയിംസിൽ ഒരിക്കലും സ്പേസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പകരം നെക്സ്റ്റ് വേർഡാണെന്ന് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ആ ഒരു ലെറ്റർ ക്യാപിറ്റൽ കേസിങ്ങിൽ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിനാണ് ക്യാമൽ കേസിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിലും പ്രോഗ്രാമിങ്ങിൽ കൊടുക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ അണ്ടർസ്കോർ ഇട്ടാണ് മൈ നെയിം അല്ലെങ്കിൽ ഇപ്പോൾ അനദർ ഏജ്. ഇത് മറ്റൊരു രീതിയാണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ക്യാമൽ കേസിംഗ് ആണ്. അപ്പോൾ നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് എപ്പോഴും ഒരേ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വലി റിയൽ വേൾഡ് പ്രൊജക്ട്സിൽ മൾട്ടിപ്പിൾ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോമൺ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ മറ്റുള്ളവർക്കും നമ്മൾ ഇത് കോഡ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇപ്പോൾ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വാല്യൂ അസൈൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ സിംഗിൾ വാല്യൂസും മാത്രമല്ല മൾട്ടിപ്പിൾ വാല്യൂസും മറ്റു പല ഡാറ്റ ടൈപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാവുന്നതാണ്. നമുക്ക് ഒരു ലൈനിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുത്താലും അത് വാലിഡ് ആണ്. ഇപ്പോൾ അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സിറ്റുവേഷനിൽ ഈ സെമിക്കോളൻ മസ്റ്റ് ആയിട്ടും വേണം. സെമിക്കോളൻ ഇല്ലാതെ ഇങ്ങനെ കൊടുത്താൽ അതൊരു എററാണ്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ലൈനായിട്ടാണ് കൊടുക്കണമെങ്കിൽ ഈ സെമിക്കോളൻ മിസ് ചെയ്താലും അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സെമിക്കോളൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. എല്ലാം ഓരോരോ ലൈനായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സെമിക്കോളൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസറും അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ലൈനിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക സെമിക്കോളൻ മസ്റ്റായിട്ടും കൊടുക്കണം. പിന്നെ കഴിയുന്നതും ഒരു ലൈനിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ വേരിയബിൾ നെയിംസ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ അനദർ നെയിം അല്ലെങ്കിൽ ഏജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രോഗ്രാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത പോലെ ABC അല്ലെങ്കിൽ XYZ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു മീനിങ് ഇല്ല. നമുക്ക് കോഡ് വർക്ക് ചെയ്യുമെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്താണ്. അപ്പോൾ ഈ ഏജ് എന്നൊക്കെ പറഞ്ഞ പേര് കേട്ടാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അത് നമ്മുടെ പ്രൊജക്റ്റിൽ അതൊരു ഏജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ ആണെന്നുള്ളത്. ഇതുപോലത്തെ XYZ അല്ലെങ്കിൽ ABC എന്നൊക്കെ പറയുന്ന നെയിംസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കണ്ടൻറ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൽ ഫോളോ ചെയ്യണമെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സ് അതിലും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്.